ഏതൊരു കാര്യത്തിലും കോൺഗ്രസിന്റെ ശബ്ദത്തെക്കാൾ ഉയർന്നു നിൽക്കാറുണ്ട് എപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദം. കൃത്യമായി പ്രതികരിച്ച കൃത്യമായി തന്നെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് ഡോക്ടർമാർക്കെതിരെ അടക്കം പ്രതിഷേധം നടക്കുന്നുണ്ടെങ്കിലും അത് അത്ര കണ്ട മാധ്യമ ശ്രദ്ധയോ അത്ര കണ്ട് ആൾക്കാരുടെ ശ്രദ്ധയോ പിടിച്ചുപറ്റാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലിടുന്ന ഓരോ പോസ്റ്റിന് പോലും അത്രയേറെ സ്വീകാര്യത ലഭിക്കുകയാണ്. ഒരു മണിക്കൂർ വെച്ച് 8,000-ലധികം ആളുകൾ അതിനെ ലൈക്ക് ചെയ്യുകയും 1,800-ലധികം ആളുകൾ കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ശരി, ലൈക്കിൻ്റെയും കമൻറ്റിൻ്റെയും കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ രാഹുൽ പറയുന്ന ഓരോ കാര്യം അത് അത്രയും വ്യക്തവും ശക്തവുമായിട്ടിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടൻ എവിടെ എന്ന ചോദ്യമുണ്ടായിരുന്നു. അതായത് ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ ഈ കെടുകാര്യസ്ഥയ്ക്കെതിരെ ശബ്ദമുയർത്താൻ രാഹുൽ നീ എവിടെയാണ് എന്നടക്കമുള്ള കമൻറ്റുകൾ പലതിലും നമ്മൾ കണ്ടതാണ്. ഇപ്പോഴത്തെ രാഹുൽ ഫേസ്ബുക്കിൽ ഒരു ശക്തമായ ഒരു കമൻറ്റ് ഇട്ടിരിക്കുകയാണ്. ആ കമൻറ്റ് നമുക്കൊന്ന് വായിക്കാം. ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ചു തകർത്ത് വാഴ വെച്ചവർ, മട്ടന്നൂരിൽ ബസ് കത്തിച്ച 4 നിരപരാധികളെ ചുട്ടുകൊന്നവർ, MV രാഘവനോടുള്ള വിരോധത്തിന്റെ പേരിൽ പറശ്ശിനിക്കടവിലെ പാമ്പ് വളർത്തൽ കേന്ദ്രത്തിന് തീയിട്ടവർ, വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പലിന് ശവകുടീരം ഒരുക്കിയവർ, മഹാരാജാസ് കോളേജിലെ പ്രിൻസിപ്പലിന്റെ കസേര കത്തിച്ചവർ, എല്ലാത്തിലും ഉപരി മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ കാർ ആക്രമിച്ച് സാറിന് മുറിവേൽപ്പിച്ചവർ, ആ പാർട്ടിയുടെ സമരത്തിന്റെ ധാർമ്മികതയെ പറ്റിയുള്ള ട്യൂഷൻ ഒന്നും യൂത്ത് കോൺഗ്രസിന് വേണം എന്ന് കരുതുന്നില്ല. അങ്ങനെയൊക്കെ വിരട്ടിയാലൊക്കെ പേടിക്കാൻ വിജയൻ ഫാൻസ് അസോസിയേഷൻ അല്ലല്ലോ യൂത്ത് കോൺഗ്രസ്. ആശുപത്രിയിൽ രോഗികൾക്ക് കൂട്ടിരിക്കാൻ വന്ന ആൾ ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണ് മരിച്ചപ്പോഴും, ചികിത്സ പിഴവ് കൊണ്ട് മാത്രം നിരവധി ആളുകൾ മരിച്ചപ്പോഴും, കൈ ഒഴിഞ്ഞു വന്ന കുഞ്ഞിന്റെ കൈ മുറിച്ചു മാറ്റിയപ്പോഴും, വയറ്റിൽ കത്രിക മറന്നുവെച്ച് തുന്നലിട്ടപ്പോഴും ഒന്നും പൊള്ളാത്തവർക്ക് ഇപ്പോൾ പൊള്ളുന്നത് വിജയനിസം കൊണ്ടാണ്. ആരോഗ്യമന്ത്രിയുടെ വീട്ടിൽ വെച്ച റീത്ത് കാണുമ്പോൾ ധാർമ്മിക രോഷം തോന്നിയ സാംസ്കാരിക അടിമകൾക്ക് ആരോഗ്യമന്ത്രിയുടെ പിടിപ്പുകേട് കൊണ്ട് കൊല്ലപ്പെട്ട 100 കണക്കിന് മനുഷ്യരുടെ നെഞ്ചിൽ വെച്ച റീത്ത് കാണാൻ പറ്റാത്തത് ഒരു വല്ലാത്ത രാഷ്ട്രീയ തീരുമാനമാണ്. ആ തിമിരം മറക്കാൻ അല്ലെങ്കിൽ ആ തിമിരം മാറാൻ AKG സെന്ററിലെ ക്യാപ്സ്യൂൾ മതിയാകില്ല. ഇതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസിനെ കൈകാര്യം ചെയ്യുമെന്നോ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതുയുഗ യാത്രയെ തടയുമെന്നോ ഒക്കെ കേട്ട് പേടിച്ചില്ല എന്ന് പറഞ്ഞേക്ക് എന്ന് പറയുന്നുണ്ട്. അതായത് രാഹുൽ പറയുന്ന അല്ലെങ്കിൽ രാഹുലിന്റെ ഓരോ പോസ്റ്റിലും രാഹുലിന് പറയാനുള്ളതും രാഹുലിന് കുത്താനുള്ളതും ഒക്കെ തന്നെ കുത്താറുണ്ട്. പേടിച്ചില്ല എന്ന് പറഞ്ഞേക്ക് എന്ന് പറയുകയാണ്. പേടിച്ചില്ല എന്ന് പറഞ്ഞേക്ക് എന്ന് പറയുന്ന രാഹുൽ പൊതുവെ പറയുന്ന ഒന്ന് തന്നെയാണ്. കാരണം തനിക്ക് നേരെ വന്ന കേസുകൾക്കെതിരെയോ തനിക്ക് നേരെ വന്ന ആരോപണങ്ങൾക്കെതിരെയോ താൻ ഭയന്നിട്ടില്ല, താൻ പേടിച്ചിട്ടില്ല എന്നത് 1. 2, മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് മന്ത്രി പേടിപ്പിച്ചാൽ അത്തരത്തിൽ പേടിക്കുന്നവരല്ല യൂത്ത് കോൺഗ്രസ് എന്നുള്ളത്. 3, എത്ര പേടിപ്പിക്കാൻ ശ്രമിച്ചാലും അങ്ങനെ പേടിച്ച് മാറില്ല. ഇനി പേടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പല കാര്യങ്ങളും മിണ്ടരുത്, മിണ്ടിപ്പോകരുത് എന്നൊക്കെ നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ തയ്യാറല്ല എന്നാണ് പറയുന്നത്. 2 ദിവസം മുൻപും സമാനമായ ഈ ഒരു വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോസ്റ്റ് ഇട്ടിരുന്നു. അതും ശക്തമായ പ്രതിഷേധമായിരുന്നു. അന്ന് KK ശൈലജ ടീച്ചറിനെയാണ് രൂക്ഷമായ ഭാഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വിമർശിച്ചത്. എന്നാൽ ഇന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി തന്നെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസമാണ് യൂത്ത് കോൺഗ്രസ് ആരോഗ്യമന്ത്രിയുടെ വീട്ടിൽ വീണ ജോർജിന്റെ വീട്ടിൽ റീത്ത് അടക്കമുള്ളവ വെച്ചത്. ആ റീത്ത് വെച്ചതിന് ശേഷം ശിവൻകുട്ടി അടക്കമുള്ളവർ വന്ന് നമ്മുടെ ആരോഗ്യമന്ത്രിയെ പിന്തുണച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായിരുന്നു. ഇത് കാടത്തരമാണ്, ഇത് ഭീരുത്വമാണ്, ഇതൊന്നും വെച്ചു പൊറപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. അത് അങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് എന്ത് ധാർമ്മിക ബോധമാണുള്ളത്, നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത് എന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വൈകുന്നേരം ആരോഗ്യവകുപ്പ് മന്ത്രി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു വിഷയത്തിൽ ചെയ്തു. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് മറുചോദ്യം ചോദിക്കുന്ന മുഖ്യമന്ത്രിയാണ് കാണുന്നത്. അവിടെയാണ് ഈ പറയുന്ന പാർട്ടിയുടെ സമരത്തിന്റെ ധാർമ്മികതയെ പറ്റിയുള്ള ട്യൂഷൻ ഒന്നും തൽക്കാലം യൂത്ത് കോൺഗ്രസിന് വേണ്ട. കാരണം യൂത്ത് കോൺഗ്രസ് ദലം കണ്ടും കേട്ടും കൊണ്ടും ഒക്കെ വളർന്നവരും കേട്ടവരും ഒക്കെ തന്നെയാണ്. അങ്ങനെയൊക്കെ വിടട്ടിയാൽ ഒന്നും പേടിക്കുന്ന തരത്തിലുള്ള വിജയൻ ഫാൻസ് അല്ല യൂത്ത് കോൺഗ്രസ് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള വിജയൻ ഫാൻസ് തൽക്കാലം അകത്തിരുന്നോട്ടെ, ഞങ്ങൾ അതിന് മുതിരുന്നില്ല എന്നുള്ള ശക്തമായ പ്രതിഷേധം, ശക്തമായ അഭിപ്രായം തന്നെയാണ് രാഹുൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പുതുയുഗ യാത്രയുടെ ജനമുന്നേറ്റം കാണുമ്പോൾ മന്ത്രിമാർക്ക് എന്തിനാ ഇത്ര വെപ്രാളം എന്ന് ചോദിക്കുന്നുണ്ട്. കുഞ്ഞുമക്കളെ ചുട്ടുകൊന്നവനാണോ ഈ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാ കമന്റിലും ഈ എല്ലാ പോസ്റ്റ് രാഹുൽ ഇടുമ്പോഴും അതിന് തരം ഇത്തരം കമന്റുകൾ കൂടി വരുന്നുണ്ട്. നാട്ടിൽ എത്രയോ അബോർഷൻ നടക്കുന്നു, ഒരാളും വിലപിക്കുന്നില്ല. ഇന്നത്തെ യുവത്വം അതൊക്കെ മക്കൾ ആണെന്ന് കരുതുന്നുമില്ല, അവർക്ക് അതിനല്ല നേരമെന്ന് പറയുന്നുണ്ട്. ലൈംഗിക ശേഷി പരിശോധിക്കാൻ വിധിക്കപ്പെട്ട ചരിത്രത്തിലെ ആദ്യ MLA എന്ന് പറഞ്ഞ
രാഹുലിനെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്. ഉണ്ടാക്കിയ കൊച്ചിനെ കലക്കിക്കളഞ്ഞ നീയാണോ ധാർമ്മികതയുടെ ക്ലാസ് എടുക്കാൻ യോഗ്യത? കേരളത്തിലെ സാഹചര്യത്തെക്കുറിച്ച് മിണ്ടാൻ പോലും യോഗ്യത നിനക്കില്ല എന്ന് പറയുന്നുണ്ട്. മുകേഷ് MLA അപ്പോൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്, കോടതിയുടെ ജാമ്യവിധി ഒരു വട്ടമെങ്കിലും നീയൊക്കെ പോയി ഒന്ന് വായിക്ക് എന്ന് പറയുന്നവരുണ്ട്. ചുടക്കുട്ടി, വെറുതെയല്ല രാഹുലെ നിന്നെ പൂട്ടാൻ അവർ കുറേ പെണ്ണുങ്ങളെയുമായി ഇറങ്ങിയിരിക്കുന്നത്, സപ്പോർട്ട് യു ഓൾവേസ് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുലിനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണവും ധാരാളമായി കാണുന്നുണ്ട്. എന്തായാലും രാഹുലിൻ്റെ ഈ ഒരു ആവേശം, ഈ ഒരു വാശി തന്നെയാണ് മുഖ്യധാരയിൽ നിന്നും ഇപ്പോൾ പലരും ഇപ്പോൾ രാഹുലിൻ്റെ ഒരു സംസാരം, ഈ പറയുന്ന പോസ്റ്റിന് പകരം രാഹുൽ നേരിട്ട് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നുവെങ്കിൽ കുറേ ശക്തമായി അതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുമായിരുന്നു എന്ന് പറയുന്നു. എന്തുകൊണ്ട് രാഹുൽ സോഷ്യൽ മീഡിയകളിൽ മാത്രം, ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമുകളിൽ മാത്രം തൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുന്നു, മാധ്യമങ്ങളോട് എന്തേ സംസാരിക്കുന്നില്ല എന്ന് പറയുന്നതിൽ അത് മറ്റു ചിലർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടം പറയുന്ന വിഷയം ഒരു പക്ഷേ ഇതായിരിക്കാം, പക്ഷേ മാധ്യമങ്ങളുടെ ചോദ്യം ഇതായിരിക്കില്ല, മറ്റു പലതുമായിരിക്കാം. അതിനോട് ഇപ്പോൾ തൽക്കാലം രാഹുലിന് മറുപടി പറയേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് തനിക്ക് പറയാനുള്ള എല്ലാ അഭിപ്രായവും താൻ ഫേസ്ബുക്കിൽ കുറിക്കുന്നത്. അതിനി തൻ്റെ അഭിപ്രായം ശക്തമായി തന്നെയാണ് രാഹുൽ കുറിച്ചിരിക്കുന്നത്. എല്ലാത്തിലും ഉപരി മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ കാർ ആക്രമിച്ചു, സാറിനെ മുറിവേൽപ്പിച്ചു, ഇത് തന്നെയാണ് ഈ ഉമ്മൻചാണ്ടിയുടെ പരാമർശം, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ പേര്, അതൊന്നും തന്നെ ഒരു പോസ്റ്റിൽ നിന്നും രാഹുൽ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ഒരു 10 പോസ്റ്റ് എടുത്താൽ പോലും അതിൽ 6 ഉമ്മൻചാണ്ടി അദ്ദേഹത്തിനോടുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് പരാമർശിക്കാതെ പോയിട്ടുള്ള ഒരു ഒറ്റ പോസ്റ്റ് പോലും രാഹുലിൻ്റെതായിട്ടില്ല. എന്തായാലും ശക്തമായ നിലപാട്. വീണ ജോർജ് മുഖ്യമന്ത്രിയും ഒക്കെ തന്നെ രൂക്ഷമായ ഭാഷയിലാണ് വീണ ജോർജിനെയും ഒക്കെ തന്നെ വിമർശിക്കുന്നവരെ വിമർശിച്ചത്. കഴിഞ്ഞ ദിവസം വീണ ജോർജ് പറഞ്ഞത്, നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് നോക്കിക്കോ, ഞാൻ എന്താ ചെയ്തതെന്ന് നിങ്ങൾ വേണമെങ്കിൽ വന്ന് കാണിക്കലേ, നിങ്ങൾ എൻ്റെ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം നടക്കമുള്ളവർ പറയുന്നുണ്ട്. UDFിൻ്റെ ഈ ദൂതായി തൽക്കാലം മാധ്യമങ്ങൾ അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ടതില്ല എന്ന് വീണ ജോർജ് പറയുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് വീണ ജോർജിനെ പിന്തുണച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും രംഗത്തെത്തിയത്.